കേരളത്തിൽ പല മാതാപിതാക്കളും മക്കൾ അടുത്തില്ലാത്ത കഴിയുന്നവരാണ്. പലരും ഒരുപാട് കുടുംബങ്ങളെടുത്താൽ, പ്രത്യേകിച്ചും പത്തനംതിട്ട ഇത്തരം ഭാഗങ്ങളിലൊക്കെ പോയ ഒരുപാട് മാതാപിതാക്കൾ ഒറ്റയ്ക്ക് കഴിയുന്നതായിട്ട് കാണുന്നുണ്ട്. വാസ്തവത്തിൽ ഇത് ആധുനിക വ്യാവസായിക സമൂഹത്തിൻ്റെയൊക്കെ ഒരു സൃഷ്ടിയാണ്. ഇൻഫർമേഷൻ ടെക്നോളജിയുടെയൊക്കെ ഭാഗമായിട്ട് വന്ന തിരക്കേറി പലപ്പോഴും കുഞ്ഞുങ്ങൾ ദൂരെയാണ്. അവർക്ക് ഇന്ത്യ ഇഷ്ടമല്ലാത്തതുകൊണ്ടല്ല, നല്ല ശമ്പളം കിട്ടുന്നതുകൊണ്ടും നല്ല തൊഴിലവസരങ്ങൾ വിദേശത്തുള്ളതുകൊണ്ടൊക്കെ അവരവിടെ പോയി തൊഴിലെടുക്കാൻ നിർബന്ധിതരായിരിക്കുന്നു. അവരവിടെ കുടുംബമായിട്ട് അവിടെ കുടിയേറിയിരിക്കുന്നു. പലപ്പോഴും മാതാപിതാക്കളെ അങ്ങോട്ട് വിളിച്ചാലും അവർക്ക് അവിടെ ചെന്ന് തണുപ്പ് സഹിക്കാൻ പറ്റത്തില്ല. ഒറ്റപ്പെട്ട ജീവിതം, ഇവിടുത്തെ സാംസ്കാരികവും സാമൂഹികമായ ജീവിതം അവിടെ ചെന്നാൽ ലഭിക്കത്തില്ല. അപ്പോൾ അവരൊക്കെ പെട്ടെന്ന് തന്നെ മടങ്ങി വരുന്നതായിട്ടും കണ്ടിട്ടുണ്ട്. പലപ്പോഴും അവർ കളഞ്ഞിട്ട് പോകുന്നതാണെന്ന് ചോദിച്ചാൽ ഇപ്പം നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് പലതും ഇങ്ങനെ സംഭവിക്കുന്നതാണ് നമുക്ക് പറയാം. പലപ്പോഴും ഇവിടെ മാതാപിതാക്കളെ നോക്കാനായിട്ട് അവർ വന്നു കഴിഞ്ഞാൽ അവിടെ കുമിഞ്ഞുകൂടുന്ന ജോലിയുടെ ഭാരങ്ങൾ, അല്ലെങ്കിൽ ചുരുങ്ങിയ ലീവുകൾ, ഇതൊക്കെ വെച്ചിട്ട് അവരുടെ കുടുംബം ഒരു കരപറ്റിക്കാനായിട്ട് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ അവർക്ക് മാതാപിതാക്കളോടൊപ്പം വന്ന് കൂടുതൽ സമയം നിൽക്കാൻ അവരുടെ സ്നേഹമില്ലാത്തതുകൊണ്ടല്ല, ഉള്ളിൽ സ്നേഹമുള്ളവർക്ക് പോലും അങ്ങനെ കഴിയുന്നുള്ളൂ. അപ്പോൾ ഓർഫനേജുകൾ, അല്ലെങ്കിൽ നാളെ അതായത് വൃദ്ധരെ നോക്കുന്ന മന്ദിരങ്ങളെല്ലാം ധാരാളം വരും. അവിടെ പോയി താമസിക്കേണ്ടതായിട്ട് തീർച്ചയായിട്ടും വരും. തീർച്ചയായിട്ടും അതൊന്നും ഒരു മാനക്കേടായിട്ടൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല. മാതാപിതാക്കളും വിചാരിക്കേണ്ട ഒരു കാര്യം, ഒരു മൃഗവും തൻ്റെ മാതാപിതാക്കളെ നോക്കുന്നതായിട്ടൊന്നും കണ്ടിട്ടില്ല. അത് മൃഗലോകത്തിൻ്റെ ഒരു എക്സ്റ്റൻഷൻ തന്നെയാണ് മനുഷ്യരും. അപ്പോൾ അതുകൊണ്ട് അതൊന്നും വലുതായിട്ട് എക്സ്പെക്റ്റ് ചെയ്യേണ്ട, മക്കൾ നോക്കുന്നൊന്നും പറഞ്ഞൊന്നും എക്സ്പെക്റ്റ് ചെയ്യേണ്ട കാര്യമില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അത് നമ്മൾ മാനസികമായി ഇനി വരുന്ന ജനറേഷൻസ് എല്ലാം ഒരുങ്ങണം. അങ്ങനെ മക്കൾ നോക്കുക എന്ന് പറയുന്നത്, പൈസ ഉണ്ടെങ്കിൽ ഒരു നല്ല രീതിയിൽ പൈസ കൊടുക്കാമെങ്കിൽ ഒരുപാട് BC നഴ്സ് ഉൾപ്പെടെ ഹോം നഴ്സുകൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളൊക്കെ അവൈലബിളാണ്. നിങ്ങൾക്ക് അങ്ങോട്ട് പോയി അഡ്ജസ്റ്റ് ചെയ്യാനും ഒക്കത്തില്ല. അപ്പോൾ ഇതൊരു കുറവായിട്ടൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ മൃഗലോകത്തിൻ്റെ ഒരു എക്സ്റ്റൻഷൻ തന്നെയാണ് മനുഷ്യർ. അവർക്ക് അവരുടേതായ കാര്യങ്ങളുണ്ട്, മക്കൾക്ക് മക്കളുടേതായ കാര്യങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കുക. അവർ വരാത്തതിനോ, അല്ലെങ്കിൽ ഓർഫണേജിലേക്ക് മൂവ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഒരു വൃദ്ധമന്ദിരങ്ങളിലേക്ക് മൂവ് ചെയ്യുന്നുണ്ടോ, നല്ല പ്രൊഫഷണലായിട്ടുള്ള വൃദ്ധമന്ദിരങ്ങളുണ്ട്. ഞാൻ പലപ്പോഴും ബാംഗ്ലൂരൊക്കെ ചെല്ലുമ്പോഴത്തേക്കും പഴയ ICS ഓഫീസർമാർ, IAS മുമ്പുള്ള ICS ഓഫീസർമാരുടെയൊക്കെ മന്ദിരങ്ങൾ കാണാൻ പോയിട്ടുണ്ട്. അവിടെ 10-30 പേര്. ഞാൻ 93-ലൊക്കെയാണ് അത് കണ്ടിരിക്കുന്നത്. വളരെ ചിട്ടയായ വന്ന് തന്നെ 10-30,000 രൂപയാണ് മാസം കൊടുത്തുകൊണ്ടിരുന്നത്. അവരുടെ പെൻഷൻ കിട്ടുന്നതെല്ലാം അതുപോലെ അങ്ങ് കൊടുത്തിട്ട് അവിടെ അവർ കൂടിയിരിക്കണം. അവരോടൊക്കെ ഇൻ്റർവ്യൂ ചെയ്യാനിടയായി. വളരെ സന്തോഷകരമായ ഒരു ജീവിതമാണ് അവർ ബാംഗ്ലൂർ അവിടെ കഴിക്കുന്നത് ഞാൻ കണ്ടത്. അവർക്ക് ഔട്ടിങ്ങിന് പോകുന്നുണ്ട്, കേസ് വർക്കറുണ്ട്, സോഷ്യൽ വർക്കറുണ്ട്. അവർക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു. തേച്ച് തുണി എടുത്ത് കൊടുക്കാനും തേപ്പുകാരുണ്ട്. എല്ലാ സംവിധാനങ്ങളുള്ള ഓർഫനേജുകളുണ്ട്. നാളെ ഇത്തരം ഓർഫനേജുകൾ കേരളത്തിലും കൂടുതലായിട്ട് വരും. നമ്മൾ അതിനകത്ത് മടിച്ചിട്ട് കാര്യമില്ല. മക്കൾ നോക്കണം എന്നൊക്കെയുള്ള കൺസെപ്റ്റുകളെല്ലാം വെടിയേണ്ട ഒരു കാലഘട്ടമാണ്. മക്കൾക്ക് അവരുടേതായ ഭാവിയും ഒക്കെ നോക്കിപ്പോവും. മൃഗലോകത്തൊരു മൃഗവും തൻ്റെ മാതാപിതാക്കളെ നോക്കാത്ത പോലെ നമ്മളങ്ങ് വിചാരിച്ചാൽ മതി.